നമ്മുടെ ചെറിയ പ്രായത്തിലെ നമുക്കെല്ലാവർക്കും ആഗ്രഹം ടൗണിൽ വരാനും ടൗണുകളൊക്കെ കാണാനൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ കണ്ടുമടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇതുപോലുള്ള ഹള്ളി പ്രദേശങ്ങളിൽ പോകാനാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറഞ്ഞതുപോലെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഈ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സിയാറത്ത് പോകണം കേട്ടോ, അത് ഒറ്റക്ക് പോകലാണ് നല്ലത്. കാരണം ഒറ്റക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമെന്നോണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ആത്മീയ ചിന്തയും ആത്മീയ അനുഭൂതിയും ലഭിക്കും. ഇത് ആദൂർ ജുമാഅത്ത് പള്ളിയാണ്. ഏകദേശം 400 വർഷത്തിൻ്റെ പഴക്കം ഈ പള്ളിക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് അത്ഭുതകരമായ ചരിത്രങ്ങൾ ചെറിയ പ്രായം തൊട്ട് തന്നെ കേട്ട് വളർന്ന ഒരു നാടാണ് ആദൂർ. ഈ പള്ളിയുടെ ഉൾവശം നമുക്ക് കാണുമ്പോൾ അറിയാം ഈ പള്ളിക്ക് എത്രമാത്രം പഴക്കമുണ്ട് എന്ന്. കാരണം മഹാന്മാരാകുന്ന മാലിക് ദിനാർ റളിയല്ലാഹു അൻഹും കൂട്ടരും നിർമ്മിച്ച പള്ളിയുടെ ഏകദേശം എല്ലാ പള്ളിയുടെയും രൂപം ഒരുപോലെ തന്നെയാണ്. അതിനോട് സമാനമാകുന്ന രൂപസാദൃശ്യമുള്ള പള്ളിയാണ് ആദൂർ ജുമാഅത്ത് പള്ളിയും. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനാണ് അബ്ദുല്ലാഹി ലഹ്ദൽ തങ്ങൾ. 100 കണക്കിന് ജനങ്ങളാണ് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ദിവസവും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മക്ബറയല്ല, ഇത് വലിയൊരു റൂമാണ്. ഇതിനകത്ത് ഒരുപാട് മക്ബറകളുണ്ട്. ആദൂറിൻ്റെ പ്രത്യേകത, ആദൂറിൽ തങ്ങന്മാരിൽ നിന്ന് ആര് മരണപ്പെട്ടാലും ഈ റൂമിനകത്ത് കൊണ്ടുവന്ന് അവരെ മറവ് ചെയ്യുമെന്നുള്ളതാണ്. ആദൂർ ആറ്റുതങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അത്രമാത്രം കറാമത്തിനുടമയായിരുന്നു. ആറ്റുതങ്ങളുടെയും ഉമ്പുത്തങ്ങളുടെയും മക്ബറകളാണിത്. അവരുടെ പൊരുത്തം നമ്മളിലുണ്ടാവട്ടെ.